सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇതമ്മ യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഓം നമോ നാരായണായ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം. മുനികാണ്ഡത്തിന് മറ്റൊരു പേരും കൂടെയുണ്ട്, യാജ്ഞവൽക്യ കാണ്ഡം. മുനികാണ്ഡത്തെ രണ്ടായിട്ട് തരംതിരിച്ചുണ്ട്, രണ്ട് അധ്യായങ്ങളായിട്ട് നമ്മളത്. അധ്യായം 3 നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് ജൽപരൂപ ഉപപത്തി പ്രകരണം. ഓക്കെ, യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആ മഹത്വബുദ്ധിയോടുകൂടി നമുക്ക് കൃതാർത്ഥതയോടുകൂടി പഠനം തുടരാം. ഓം നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യഃ. യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു ഭാഗം നമ്മൾക്ക് ആഖ്യായിക രൂപത്തിൽ ഉപദേശിക്കുകയാണ്. ജൽപരൂപ ഉപപത്തി പ്രകരണം, വാദരൂപ ഉപപത്തി പ്രകരണം എന്ന് 2 പ്രകരണങ്ങളിലൂടെ 2 അധ്യായങ്ങളിലൂടെ മുനികാണ്ഡം. അതിൽ ദ്വിതീയ കാണ്ഡം മുനികാണ്ഡത്തിലെ തൃതീയ അധ്യായമായ ജൽപരൂപ ഉപപത്തി പ്രകരണത്തിൽ 9 ബ്രാഹ്മണങ്ങളോട് കൂടിയതാണ് എന്ന് നമ്മൾ കണ്ടു. അതിൽ പ്രഥമ ബ്രാഹ്മണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനു മുമ്പായി എന്തിനു വേണ്ടിയാണ് ഈ ആഖ്യായിക, അതിൻ്റെ പ്രാധാന്യം എന്ത്, അത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് വിദ്യയെ നേടിയെടുക്കേണ്ടത് എന്നും ഉപോദ്ഘാത ഭാഷ്യത്തിൽ
ആമുഖത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ആചാര്യസ്വാമികൾ പറയുന്നത് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആ ശ്ലോകം വളരെ വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പറയണത്. ഒരുമിച്ച് പാരായണം ചെയ്യാം. ഗുരുശുശ്രൂഷയാ വിദ്യ പുഷ്കലേന ധനേന വാ അഥവാ വിദ്യയാ വിദ്യ ചതുർത്ഥം നൈവ കാരണം. എങ്ങനെയാണ് നമ്മൾ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ഏതൊരു വിദ്യയും, പരാവിദ്യയോ അപരാവിദ്യയോ, എന്താണോ നമ്മളുടെ കൈവശമില്ലാത്ത അറിവ് അത് മറ്റൊരാളിൽ നിന്നും നേടിയെടുക്കുമ്പോൾ ഏതൊരു ഭാവത്തോടു കൂടി വേണം നേടിയെടുക്കേണ്ടത് എന്ന് പറയുകയായിരുന്നു. ചതുർത്ഥം നൈവ കാരണം, അതിൻ്റെ അർത്ഥം ഇന്നലെ നമ്മൾ കണ്ടില്ല. അതായത് നാലാമതായി വേറൊരു കാരണമില്ലെന്ന്. അതാണ് ചതുർത്ഥം ന ഏവ കാരണം. നാലാമതായിട്ട് ഒരു കാരണമില്ല. അപ്പോൾ എന്തായിരിക്കും? തൊട്ട് മുമ്പ് പറഞ്ഞ 3 കാരണങ്ങളോ അതിലേതെങ്കിലും നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് വേണം വിദ്യയെ നേടിയെടുക്കേണ്ടത്. എന്താണ്? ഒന്ന് ഗുരുസേവ, നമ്മളാൽ കഴിയും വിധം കർമ്മയോഗാദി സാധനകളിലൂടെ എന്താണോ ഗുരു നിർദ്ദേശിക്കുന്നത് അത് കായികമായോ മാനസികമായോ എന്താണോ നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്നത് അത് പ്രാധാന്യം. പിന്നെ രണ്ടാമത് എന്താണ്? പുഷ്കലേന, അനുസരണേന. ഇതാണ് നമുക്കില്ലാത്തത്. നമുക്ക് അനുസരണ എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസകരമാണ് ചെയ്യുക എന്നത്. എന്താണ്? നമ്മുടെ ഗുരുനാഥൻ അടുത്ത് പല ആളുകളും വരാം. ചാർധാം യാത്രയ്ക്കൊക്കെ പോകുന്നവരിങ്ങനെ വരും. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പറയും. വീട്ടിലെ ഇങ്ങനെയൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിട്ട് അവർ തന്നെ ചോദിക്കും, എന്തെങ്കിലും ഒരു അനുഷ്ഠാനം പറഞ്ഞു തരണം, സ്വാമിജി പറയണം. അപ്പം നമ്മൾ അതുപോലെ ചെയ്യാം. ഇത് കുറേ വർഷമായില്ലേ സ്വാമിജി കേൾക്കുന്നത്. അപ്പോൾ മൂപ്പർക്ക് തന്നെ അറിയാം ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ വലിയ സാധകനാണ്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഉപാസകനാണെന്നോ എന്തോ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കാണിക്കണം. അല്ലെ, ആശ്രമത്തിൽ വരുമ്പോൾ അതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റുള്ള നമ്മളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഇവിടെ പറയാൻ പറ്റാത്തപ്പോൾ എന്താണ് മുഖ്യമായും ഞാൻ സാധകനാണെന്നല്ലേ കാണിക്കാൻ പറ്റും. അപ്പോൾ സ്വാമിജിയുടെ അടുത്ത് വന്ന് ചോദിക്കും, ഏത് ഉപാസനയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ സ്വാമിജി ചോദിക്കും, നിങ്ങൾക്ക് മന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടദേവതയുണ്ടോ, ഇതൊക്കെ ചോദിക്കും. അപ്പോൾ സ്വാമിജി എന്തെങ്കിലും പറയും. പിന്നെയും അവർ അടുത്ത വർഷം വരും. അപ്പോൾ സ്വാമിജി ചോദിക്കും, നിങ്ങളിത് ചെയ്തോ, എവിടെ? അപ്പോൾ 100 കാരണങ്ങൾ പറയും. പക്ഷെ ചിലപ്പോൾ മന്ത്രദീക്ഷയൊക്കെ എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഷ്ഠാനം പറഞ്ഞു കൊടുക്കും. ഇത്ര ഉരു ജപിക്കാനോ അല്ലെങ്കിൽ ഇത്ര ഗായത്രി ജപിക്കുക, ഇന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. അനുഷ്ഠാന രൂപത്തിൽ ആചരിക്കാൻ പറയും. എവിടെ ആചരിക്കുക? 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ കാരണം കൊണ്ട് വരും, പുതിയൊരു അനുഷ്ഠാനം പറഞ്ഞു തരും. അതൊരു 10 ദിവസം ചെയ്യുമായിരിക്കും. വീണ്ടും അടുത്ത വർഷമായി. ഇത് കൊല്ലം ഇങ്ങനെ നമുക്ക് കാണാം ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട്, കാരണം ഇത് ലോകത്തിൽ നടക്കുന്ന കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് എന്താണ്? പുഷ്കലേന. ഏതൊരു വിദ്യ നേടുമ്പോഴും അതിൻ്റെ ഫലം നമ്മൾക്ക് ലഭ്യമാകണമെങ്കിൽ അതിന് നമുക്ക് എന്തായിരിക്കണം? ആ അറിവ് പകർന്നു നൽകുന്ന ആളെ ഒരു വ്യക്തിയായി കാണരുത്. ആ പരമ്പരയിൽ നിന്നും, നമ്മളെ സംബന്ധിച്ച് ബ്രഹ്മവിദ്യ എന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല. നമ്മൾ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കണം? അനുസരണ ആ ഗുരു പരമ്പരയോടായിരിക്കണം. പുഷ്കല ബുദ്ധി, അത് നമ്മൾ കണ്ടു. ധനേനവ, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റില്ലെങ്കിൽ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ധർമ്മത്തിലൂടെ സമ്പാദിച്ചവയെ ദാനം നൽക വേണം. അഥവാ വിദ്യയാ വിദ്യ, ഇല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന വിദ്യയെ നൽകിക്കൊണ്ട് തിരിച്ച് നമുക്കറിയാൻ വയ്യാത്ത വിദ്യയെ നേടിയെടുക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം ഒന്ന് ഗുരു ശുശ്രൂഷ, അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്, ഇല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ നിഷ്ഠയോടുകൂടിയാവും. അതൊക്കെ നമ്മൾ ഭാഷ്യം കണ്ടു. എന്തിനു വേണ്ടി ഇത് പറയുന്നു അതും നമ്മൾ ചർച്ച ചെയ്തിരുന്നു.
ഇനി ഈ ആഖ്യായിക എന്തിനു വേണ്ടിയാണെന്നും നമ്മൾ കണ്ടു. അത് ഓരോ പോയിൻ്റായിട്ട് ഇനി ആഖ്യായികയിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് കരുതുന്നു. നമുക്ക് ഉപനിഷത്ത് മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഇത് യാജ്ഞവൽക്യ മഹർഷി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഏട് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പം ഗുരുനാഥൻ മറ്റാരുമല്ല, മഹാഗുരുവായ യാജ്ഞവൽക്യ മഹർഷി തന്നെയാണ്. നമ്മളോടാണ് ഈ ആഖ്യായിക പറയുന്നത്. ഞാനാണ് പ്രഥമ ശ്രോതാവ്, നമ്മൾ ഓരോ സാധകരുമാണ് പ്രഥമ ശ്രോതാവ്, എനിക്കാണ് ഈ ആഖ്യായിക ഉപദേശിക്കുന്ന എന്ന ഭാവത്തോടു കൂടി വേണം ഇതിലേക്ക് പ്രവേശിക്കാൻ. കൃതാർത്ഥതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അധ തൃതീയോധ്യായഃ ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം ആശ്വല ബ്രാഹ്മണം. ഒന്നുകൂടെ പറയാം. അധ തൃതീയോധ്യായഃ ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം ആശ്വല ബ്രാഹ്മണം. ആശ്വല ബ്രാഹ്മണത്തിൽ 10 മന്ത്രങ്ങളാണുള്ളത്. ആശ്വല ബ്രാഹ്മണത്തിൽ ടോട്ടൽ 10 മന്ത്രങ്ങളോടുകൂടിയാണ് ആശ്വല ബ്രാഹ്മണം. അതിൽ 1ഉം 2ഉം മന്ത്രങ്ങൾ ആഖ്യായികാ ആരംഭം. ആഖ്യായികാ ആരംഭം അതായത് ആ ആഖ്യായിക കഥ തുടങ്ങുകയാണ്. ആ കഥാസന്ദർഭം മന്ത്രങ്ങളിലൂടെ യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. 1ഉം 2ഉം മന്ത്രങ്ങൾ. അടുത്ത 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങൾ ആശ്വലൻ എന്ന ബ്രഹ്മവാദി അല്ലെങ്കിൽ പണ്ഡിതൻ, ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന, ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് പഠിക്കാം. ആ ആശ്വലൻ എന്ന ബ്രാഹ്മണൻ യാജ്ഞവൽക്യ മഹർഷിയോടായി ചോദ്യം ചോദിക്കുകയാണ്. അപ്പം 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങൾ അശ്വലഹ ചോദ്യഹ അല്ലെങ്കിൽ പ്രശ്നഹ എന്നും പറയാം. പ്രശ്നം എന്ന് വെച്ചാലും ചോദ്യം എന്ന് തന്നെയാണ് അർത്ഥം. ആശ്വലഹ ചോദ്യഹ അല്ലെങ്കിൽ പ്രശ്നഹ. ഇത് 3 to 6, 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങൾ അശ്വലൻ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുന്നു. ബാക്കി എന്തായിരിക്കും അപ്പോൾ? 7 മുതൽ 10 വരെ പ്രശ്നോത്തരം അല്ലേ? പ്രശ്നത്തിനുള്ള ഉത്തരങ്ങൾ, ചോദ്യോത്തരം. യാജ്ഞവൽക്യ മഹർഷി അശ്വലൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 10 മന്ത്രങ്ങളിലായിട്ട് പ്രഥമ ബ്രാഹ്മണത്തിനെ യാജ്ഞവൽക്യ മഹർഷി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് 1ഉം 2ഉം മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. ആഖ്യായിക ആരംഭം. ഒന്ന് പദച്ഛേദം നടത്താം. ഓം ജനകോഹ വൈദേഹഃ. വൃടാനന്ദ സ്വാമിജിയുടെ പുസ്തകം ഉള്ളവരെടുക്കുക, പേജ് 199. ജനകോഹ വൈദേഹഃ ബഹൂദക്ഷിണേന യജ്ഞേത് യജേത് യജ്ഞേത് യജേത് തത്രഹ കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഹ. ബ്രാഹ്മണാഹ വിസർഗമുണ്ട്, അവിടെ വിസർഗം ഇടുക. കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഹ അഭിസമേതാ ബഭൂവുഹു. അഭിസമേതാ ബഭൂവുഹു. ഫുൾ സ്റ്റോപ്പ്, വിരാമം. തസ്യഃ ജനഹസ്യ വൈദേഹസ്യ വിജിജ്ഞാസാ ബഭൂവ. തസ്യഃ ജനഹസ്യ വൈദേഹസ്യ വിജിജ്ഞാസാ ബഭൂവ. കഹ സ്വിദേശാം ബ്രാഹ്മണാനാം അനൂചാനതമം ഇതി. ബ്രാഹ്മണാനാം അനൂചാനതമ
ഇതി. സഹ ഗവാം സഹസ്രം അവരുരോധ. സഹ ഗവാം സഹസ്രം അവരുരോധ. ദശ ദശ പാദാഹ. ദശ ദശ പാദാഹ, അവിടെയും വിസർഗമുണ്ട്, പാദാഹ. ഏക ഏകസ്യാം. ഏകൈകസ്യാം എന്ന് വെച്ചാൽ രണ്ട് പദമാണ്. സമസ്തപദം ഛേദിക്കുമ്പോൾ ഏക ഏകസ്യാഹ. ഏക ഏകസ്യാഹ. ശൃംഗയോഃ. ശൃംഗയോഃ ആബദ്ധാഃ. ശൃംഗയോഃ ആബദ്ധാഃ ബഭൂവുഃ. ശൃംഗയോഃ ആബദ്ധാഃ ബഭൂവുഃ. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. ഓം ജനകോഹ വൈ വൈദേഹഃ ബഹൂദക്ഷിണേന യജ്ഞേത് യജേത് തത്രഃ കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഃ അഭിസമേത ബഭൂവുഃ. തസ്യഃ ജനഹസ്യ വൈദേഹസ്യ വിജിജ്ഞാസാ ബഭൂവ കഃ സ്വിദേശാം ബ്രാഹ്മണാനാം അനൂചാനതമ ഇതി. സഹ ഗവാം സഹസ്രം അവരുരോധ. ദശ ദശ പാദാഃ. ഏക ഏകൈസ്യാഃ. ശൃംഗയോഃ ആബദ്ധാഃ ബഭൂവുഃ. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ ഒരു തിരുത്തുണ്ട്. പേജ് 199. ശൃംഗയോഹോ എന്നാണ്, അത് മാറ്റി ശൃംഗയോഹോ എന്നാക്കുക. വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ അവസാനം അതിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ഏക ഏകൈസ, ഓരോ പശുവിൻ്റെയും. ശൃംഗയോഹോ എന്നാണ്, അത് മാറ്റി ശൃംഗയോഹോ എന്നാക്കുക. ശൃംഗയോഹോ ചിലപ്പം പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാം. മൂലമന്ത്രത്തിൽ ശരിയാണ്. ശൃംഗയോഹോ രണ്ട് കൊമ്പുകളിലും, അല്ലേ? ദശ ദശ ബാക്കി അവസാനം, അല്ലേ? മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പേജ് 199 പദപദാർത്ഥ വ്യാഖ്യാനത്തിൽ. നമുക്ക് മടങ്ങി വരാം, ഒരുമിച്ച് പാരായണം ചെയ്യാം. ഓം ജനകോഹ വൈദേഹഃ ബഹൂദക്ഷിണേന യജ്ഞേത് യജേത് തത്രഃ കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഃ അഭിസമേത ബഭൂവുഃ. തസ്യഃ ജനകസ്യ വൈദേഹസ്യ വിജിജ്ഞാസാ ബഭൂവ കഃ സ്വിദേശാം ബ്രാഹ്മണാനാം അനൂചാനതമ ഇതി. സഹ ഗവാം സഹസ്രം അവരുരോധ. ദശ ദശ പാദാഃ. ഏക ഏകൈസ്യാഃ. ശൃംഗയോഃ ആബദ്ധാഃ ബഭൂവുഃ. ഓം ജനകോഹ വൈദേഹഃ ബഹൂദക്ഷിണേന യജ്ഞേത യജേത് തത്രഃ കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഃ അഭിസമേത ബഭൂവുഃ. തസ്യഃ ജനകസ്യ വൈദേഹസ്യ വിജിജ്ഞാസാ ബഭൂവ കഃ സ്വിദേശാം ബ്രാഹ്മണാനാം അനൂചാനതമ ഇതി. സഹ ഗവാം സഹസ്രം അവരുരോധ. ദശ ദശ പാദാഃ. ഏക ഏകൈസ്യാഃ. ശൃംഗയോഃ ആബദ്ധാഃ ബഭൂവുഃ. യാജ്ഞവൽക്യ മഹർഷി ഓംകാര ശബ്ദത്തോടുകൂടി ആരംഭിക്കുകയാണ്, അല്ലേ? അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമ്പ്രദായത്തിനോടുള്ള മഹിമ നോക്കൂ, അല്ലേ? എങ്ങനെയാണോ തൻ്റെ പൂർവികരായ മഹാത്മാക്കൾ ഒരു മംഗളകാര്യം ആരംഭിക്കുന്നത്, അത് തന്നെ യാജ്ഞവൽക്യ മഹർഷിയും പിന്തുടരുകയാണ്. ഓംകാര ശബ്ദത്തോടുകൂടി ആരംഭിച്ചു, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിസ്താരം കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഒരുപാട് ഭാഗങ്ങളിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. ഓംകാരസ്യ അധശബ്ദസ്യ കണ്ഠം വിദ്വാ ദിഭേദിച്ച, അല്ലേ? തസ്മാത് മാംഗലിക ഉഭോ. ഓംകാരം എന്ന ശബ്ദമാണ് സാക്ഷാൽ
ചതുർമുഖ ബ്രഹ്മാവ് ആദ്യമായി പുറപ്പെടുവിച്ച ശബ്ദം അല്ലേ? ഭഗവാൻ നാരായണൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? അങ്ങ് ഞാൻ അങ്ങയ്ക്ക് സൃഷ്ടി നടത്തുന്ന ധർമ്മം ഏൽപ്പിക്കുകയാണ്. ആ ധർമ്മത്തെ അങ്ങ് താങ്ങി നിർത്തണമെങ്കിൽ, ആ ധർമ്മത്തെ തുടരണമെങ്കിൽ അങ്ങക്ക് എന്ത് വേണം? തപോബലം വേണം. അതിനു വേണ്ടി അങ്ങ് തപസ് ചെയ്യാനായി പറയുന്നു അല്ലേ? ആ കഥയൊക്കെ നമുക്കറിയാം. അപ്പം തപസ്സിനനന്തരം അദ്ദേഹം ആ തപസ്സിൽ നിന്നും ഉണ്ടായ ശബ്ദമാണ്. അതെന്തിനു വേണ്ടി? മംഗളത്തെ ഏറ്റുവാങ്ങുവാനായിക്കൊണ്ട്, ഭഗവാൻ നൽകുന്ന ധർമ്മമാകുന്ന മംഗളത്തെ ഏറ്റുവാങ്ങാനായിക്കൊണ്ട് അല്ലേ? പിന്നെ ആ ധർമ്മത്തെ വീണ്ടും വീണ്ടും പുനഃസൃഷ്ടിക്കുവാനായിക്കൊണ്ട്. അപ്പം ഏതൊരു മംഗളകാര്യം ചെയ്യുമ്പോഴും ചതുർമുഖ ബ്രഹ്മാവ് മുതൽ നമ്മൾ വരെയുള്ള ആ പരമ്പര, ഇനിയും വരാൻ പോകുന്ന ആ തുടർച്ചയും എങ്ങനെയായിരിക്കണം? മംഗളത്തോടു കൂടി. അത് യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് കാണിച്ചു തരികയാണ്. നമ്മളിനി എന്താണ്? ജൽപ്പരൂപ ഉപപത്തി അല്ലെങ്കിൽ മുനികാണ്ഡം എന്നത് മംഗളമായി ആരംഭിക്കുകയാണ്. അത് മംഗളമായി നിലനിൽക്കണം നമ്മുടെ ഓരോ സാധകരിലും. അത് മംഗളമായ ഫലത്തെ നമ്മൾക്ക് ലഭ്യമാകുകയും വേണം. അതുകൊണ്ട് അദ്ദേഹം മംഗളവാചി ശബ്ദത്തോടു കൂടി ആരംഭിച്ചു. ജനകോഹ വൈദേഹഃ. ജനകൻ എന്ന വിദേഹ രാജാവ്. വൈദേഹഃ എന്നതിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ അധ്യാഹാരം ചെയ്യുക രാജാ അല്ലെങ്കിൽ രാജഹ എന്ന് അല്ലേ? രാജഹ എന്നിട്ടോളൂ, അതാണ് കുറച്ചുകൂടെ വ്യാകരണം അനുസരിച്ച് കറക്റ്റ്. രാജഹ എന്ന് വെച്ചാൽ എന്താണ്? വൈദേഹൻ, വിദേഹ രാജാവ് അല്ലേ? അധ്യാഹാരമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണെന്ന് തോന്നുന്നു. ഒരു വാക്ക് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, അപൂർണമാണെങ്കിൽ അത് പൂർണ്ണമാക്കുവാനായിട്ടുള്ള, അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ആ സന്ദർഭത്തിന് അനുയോജ്യമായ വാക്കിനെ കൂട്ടിച്ചേർക്കുന്ന സമ്പ്രദായമാണ്, പദ്ധതിയാണ് എന്താണ്? അധ്യാഹാരം. അപ്പം എന്താണ് ഇവിടെ? വൈദേഹഃ രാജഃ അല്ലേ? ജനകോഹ വൈദേഹഃ രാജഃ. ജനകൻ എന്ന വിദേഹ രാജാവ്. വൈദേഹൻ, വൈദേഹഃ എന്ന് വെച്ചാൽ വിദേഹ രാജഃ. ഇനി വൈദേഹൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേണ്ടവർ എഴുതിക്കോളൂ. വിഹതഃ ദേഹ അഭിമാനഃ. വിഹതഃ, വിഹതഃ, ഹ ഹ ഹരിയുടെ ഹായാണ് കേട്ടോ. ഹരിയോം എന്നൊക്കെ നമ്മൾ പറയില്ല, ആഹ. വിഹതഃ, ത താമരയുടെ ത. വിഹതഃ ദേഹ അഭിമാനഃ. എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ദയവായി എഴുതൂ. ഇതും ഒരു സാധനയായി കാണണം. അതുകൊണ്ട് നമുക്ക് ഗുരുപരമ്പരയുടെ അനുഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എഴുതുക എല്ലാവരും. വിഹതഃ ദേഹ അഭിമാനഃ ഇതി വൈദേഹഃ. ആർക്കാണോ ദേഹ അഭിമാനം വിഹതഃ, വിഹത എന്ന് വെച്ചാൽ പൂർണ്ണമായി ഇല്ലാത്തത്, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിങ് ബോഡി കോൺഷ്യസ്, അതാണ്. ആരാണോ പൂർണ്ണമായ ശരീര അഭിമാനം ഉപേക്ഷിക്കുന്നവർ, അവരാരും എന്ത് വിളിക്കുന്നു? വിദേഹൻ എന്ന് വിളിക്കുന്നു. വിദേഹൻ സാധാരണ നമ്മൾ കൊളോക്കിയൽ ഭാഷയിൽ എന്താ പറയുക? വിദേഹൻ എന്ന് വെച്ചാൽ അയാളുടെ ദേഹം പോയെന്നല്ലേ? അതല്ല ഇവിടുത്തെ അർത്ഥം. എന്താണ്? ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സ് പ്രവർത്തിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ അതിനോടുള്ള എന്താണ് ഉപേക്ഷിച്ചത്? അഭിമാനം. എൻ്റെ ശരീരം, എൻ്റെ കണ്ണ് അല്ലേ, എൻ്റെ തലനാര്, എൻ്റെ പല്ല്, എൻ്റെ അവയവം ഇത്യാദി ഇത്യാദി, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി ഇത്യാദികൾ, ആ അഭിമാനം ഉപേക്ഷിച്ചവൻ ആരാണ്? വൈദേഹഃ, വിദേഹ രാജാവ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ജനകൻ എന്നത്. ജനകൻ എന്ന വിദേഹ രാജാവ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു? എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ വെറുതെ കഥ കേട്ടിരിക്കുന്ന ലാഘവത്തോടു കൂടി ഇരിക്കുക. മനസ്സിൽ ആ ഭാവനയും ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ എന്താണ്? വിദേഹ രാജാവ് ആ
ജനകരാജ്യം മുഴുവൻ. കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. നാളെ മുതൽ നമ്മൾ ഇനി വീട്ടിലൊക്കെ അത് പാരായണം തുടരുകയാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബഹൂദക്ഷിണേന യജ്ഞേത് യജേത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ജനക മഹാരാജാവ് അല്ലെങ്കിൽ വിദേഹ രാജാവ് എന്ത് ചെയ്യുന്നു? ബഹൂദക്ഷിണേന, അമിതമായ, ബഹു എന്ന വാക്കിന് ഭഗവത്പാദർ തന്റെ ഭാഷ്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന അമിതം എന്നാണ്. അമിതമായ ദക്ഷിണ. സാധാരണ നമ്മൾ ബഹു എന്ന വാക്കിന് അനേകം എന്നാണ് അല്ലേ? ഇവിടെ അനേകം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്ന, അമിതം, ഓവർ, കൊടുക്കേണ്ടതിലും അധികമായിട്ട്. അതാണ് ബഹു എന്ന വാക്കിന്. ഓരോ വാക്കിന് സൂക്ഷ്മമായ അർത്ഥമുണ്ട്. ദക്ഷിണേന, സപ്തമി വിഭക്തി, ദക്ഷിണകൾ എന്നാണ്. അമിതമായ ദക്ഷിണകൾ കൊടുത്തുകൊണ്ട് നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? യജ്ഞേത് യജേത് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പം ഒരു വലിയ യജ്ഞങ്ങൾ നടത്തുകയാണ്. എന്ത് യജ്ഞം എന്ന് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾക്കും അറിയില്ല. നമ്മളെ സംബന്ധിച്ച് ഏത് യജ്ഞമാണ് ജനക മഹാരാജാവ് നടത്തുന്നത് എന്നല്ല പ്രാധാന്യം. യജ്ഞത്തിന് അനന്തരമുള്ള ഈ വിദ്വത്സഭയാണ് പ്രാധാന്യം. അതുകൊണ്ട് ഇവിടെ യജ്ഞത്തിൻ്റെ പേര് പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്താ പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അത് നമ്മുടെയൊക്കെ ചോയ്സിന് വിട്ടു വന്നിരിക്കുകയാണ്. ആ സോമയാഗമോ അശ്വമേധയാഗമോ അല്ലെങ്കിൽ അനേകം യാഗങ്ങൾ അല്ലേ, ലോകഹിതാർത്ഥം, വിദേഹ രാജ്യത്തിന് വേണ്ടി, അവിടുത്തെ പ്രജകൾക്ക് വേണ്ടി, രാജ്യ അഭിവൃദ്ധിക്ക് ഒക്കെ വേണ്ടി രാജാക്കന്മാർ നടത്തുന്ന യജ്ഞങ്ങൾ. അപ്പോൾ അതിൽ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്? ഈ ജനക മഹാരാജാവ്. അപ്പം ഈ യജ്ഞം നടത്തുമ്പം എന്ത് ചെയ്യുന്നു? യജ്ഞത്തിന് വന്നവർക്കൊക്കെ ജനക മഹാരാജാവ് എന്താണ്, അവരർഹിക്കുന്നതിലും കൂടുതൽ ദക്ഷിണകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആര് യജ്ഞത്തിൽ പങ്കെടുക്കുന്നു അതിൻ്റെ നിരത്തുമ്പോൾ കൂടെ പോയാൽ മതി. യജ്ഞം ഇവിടെ നടക്കുകയാണെങ്കിൽ 100 മൈൽ ദൂരെ പോയാൽ മതി. അതിൽ പോകുന്നവർക്കൊക്കെ എന്താണ്, ജനക മഹാരാജാവ് ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ആ സന്ദർഭം. യജ്ഞേത് യജേത, ജനക മഹാരാജാവ് അമിതമായ ദാനം കൊടുത്തുകൊണ്ട് വലിയൊരു യാഗത്തെ നടത്തുകയാണ്. അപ്പം ഇവിടെ ഈ ബഹു എന്ന വാക്കിന് അമിതമായ ദാനം കൊടുക്കുന്നു എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ജനക മഹാരാജാവിൻ്റെ വിശാല മനസ്സിനെയാണ്. ഭാഷ്യം പറയുകയാണ്. അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഒരാൾക്ക് ദാനം കൊടുക്കാൻ തോന്നുന്നത്? നമുക്ക് വിശാലമായ മനസ്സുണ്ടെങ്കിലേ ഉള്ളൂ അല്ലേ? നമുക്ക് വിജുഗുപ്സ ഇല്ലെങ്കിലേ ഉള്ളൂ. ആ ഒരു എന്താ പറയുക, പരിമിതമായ ഇത്, എനിക്ക് അല്ലേ, അയ്യോ ഞാൻ ഇത്രയും കൊടുത്താൽ നാളെ മേലാക്ക് ഞാൻ എന്ത് ചെയ്യും ഇത്യാദി ബോധങ്ങൾ, നമ്മൾ എന്താ പറയുക, അംഗ്രസിൽ പറഞ്ഞ ഈ ഇൻസെക്യൂരിറ്റി അല്ലേ, നമുക്ക് അതില്ലെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ. അമിതം പോട്ടെ, 100 റുപ്യ ഉണ്ട്, 1 റുപ്യ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു കാരുണ്യവും ദയയും ഇത്യാദി ദൈവീ സമ്പത്തികളുണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അമിതമായ ദക്ഷിണ കൊടുക്കണമെങ്കിലോ അപ്പോൾ അതിൻ്റെ അർത്ഥമോ ഈ ദേവീ സമ്പത്തി മുഴുവൻ ജനക മഹാരാജാവിൻ്റെ അടുത്ത് സ്റ്റോക്കാണ്. അതായത് പ്ലെൻറ്റി, ധാരാളം ആണ്. വിശാലമായ മനസ്സിനെയാണ് ബഹു എന്ന ഈ 2 അക്ഷരം കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നത്. അപ്പം ആ വിശാല മനസ്സുള്ളവരെ എന്ത് ചെയ്യൂ? ദാനം കൊടുക്കൂ. അതിവിശാല മനസ്സുള്ളവരെ അമിതമായ ദാനം കൊടുക്കും അല്ലേ? അപ്പം ആ ജനക മഹാരാജാവിൻ്റെ ആ ഭാവത്തിനെ, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ ബഹു എന്ന ഒറ്റ പദം കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ്. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ
അദ്ദേഹം ഇങ്ങനെ ദാനം ധർമാദികൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ യാഗം നടന്നുകൊണ്ടിരിക്കുന്നു. യാഗാനന്തരം ദാനങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ യാഗത്തിനായിട്ട് അനേകം പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് ജനക മഹാരാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. എന്താണ്? തത്രഹ കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഹ അഭിസമേത ബഭൂവു. തത്രഹ എന്ന് വെച്ചാൽ ദെയർ ആഫ്റ്റർ, അതായത് യാഗാനന്തരം. യാഗം എല്ലാം കഴിഞ്ഞു, ദക്ഷിണയെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിന് അനന്തരം യാഗാനന്തരം, യാഗദാനാനന്തരം അല്ലേ? അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ പലയിടത്തു നിന്നും വന്നിരിക്കുന്ന ആളുകൾ അവരെ പരിചയപ്പെടുത്തുകയാണ്. കുരു പാഞ്ചാലാനാം, കുരുദേശത്തു നിന്നും പാഞ്ചാല ദേശത്തു നിന്നും. അതാണ് ഈ നാട്ടുരാജ്യങ്ങളുടെ പേരാണ്. ഇപ്പോൾ കുരുദേശം, ഇത് ത്രേതായുഗത്തിൽ നടക്കുന്ന കഥയാണ്. കുരുവംശജർ, നമ്മൾക്ക് പരിചയമുള്ളത് കുരുവംശം ആരെന്ന് അറിയാം, കൗരവർ അല്ലേ? ആ കുരുവംശവർ ഏത് കാലഘട്ടത്തിലായിരുന്നെന്നും നമുക്കറിയാം അല്ലേ? ദ്വാപരയുഗത്തിലായിരുന്നു അല്ലേ? ത്രേതായുഗം കഴിഞ്ഞാണ് നമ്മൾക്ക് അവരെ പരിചയം. പക്ഷെ അപ്പം അതുകൊണ്ട് ഇവിടെ കുരു എന്ന ദേശത്തെ പറയുന്നത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നാട്ടുരാജ്യങ്ങൾ അല്ലേ? ഈ ജനക മഹാരാജാവിൻ്റെ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന അതിനോടനുബന്ധിച്ചുള്ള വിദേഹ രാജ്യത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ, അതൊക്കെയാണ് കുരു പാഞ്ചാലാനം. കുരുദേശത്തു നിന്നും പാഞ്ചാല ദേശത്തു നിന്നും അല്ലേ? പാഞ്ചാല ദേശത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാം. നമ്മളെ സംബന്ധിച്ച് ഈ ദേശങ്ങളുടെ കണക്കെടുക്കലല്ല, അത് എവിടെയാണ് എന്ന് അതിൻ്റെ ഹിസ്റ്ററി തപ്പി പോകലല്ല നമുക്ക്. അതുകൊണ്ട് അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അപ്രാധാന്യങ്ങളാണ്. നമുക്ക് അതിലെ ബാക്കി തുടരാം. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഭാഷ്യത്തിലും ഈ ദേശത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. പല പല ദേശങ്ങളിൽ നിന്നും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുവാനായി ആളുകൾ വന്നു. അതിൽ 2 ദേശങ്ങളുടെ പേര് മാത്രം യാജ്ഞവൽക്യ മഹർഷി ഒരു പ്രതിനിധീകരിച്ചുകൊണ്ട് 2 ദേശങ്ങളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. കുരുദേശം, പാഞ്ചാലദേശം. അവിടെ നിന്ന് ആരൊക്കെ വന്നു? ബ്രാഹ്മണാനാം. ഇവിടെ ബ്രാഹ്മണൻ എന്ന വാക്കിന് വേദപണ്ഡിതൻ, ശാസ്ത്രാർത്ഥി എന്നാണ് അർത്ഥം. ബ്രാഹ്മണാനാം ബഹുവചനാണ്, ബ്രാഹ്മണന്മാർ അല്ലേ? അനേകം പേര് അല്ലേ? ബ്രാഹ്മണഹ എന്ന് പറഞ്ഞില്ല, ബ്രാഹ്മണാഹ. അനേകം വേദപണ്ഡിതന്മാർ, ശാസ്ത്രാർത്ഥികൾ. ശാസ്ത്രാർത്ഥി എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രത്തെ അർത്ഥനം ചെയ്യുന്നവർ, നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് ശാസ്ത്രാർത്ഥി എന്ന് പറയുന്നത്. എത്ര പഠിച്ചാലും മതിയാകില്ല. നമ്മൾ വിദ്യാർത്ഥി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? വിദ്യ അർത്ഥനം അല്ലേ? കുര്യാൽ ഇത് വിദ്യാർത്ഥി. വിദ്യയെ നിരന്തരം അർത്ഥനം ചെയ്യുക എന്ന് വെച്ചാൽ സാംശീകരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അവരാണ് വിദ്യാർത്ഥി. അപ്പോൾ ശാസ്ത്രാർത്ഥി എന്തായിരിക്കും? അത് തന്നെ, അതിൻ്റെ പര്യായം തന്നെ. ശാസ്ത്രത്തെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. അവർക്ക് പ്രായമോ ജാതിയോ മതമോ ദേശമോ കാലമോ ഒന്നും ബാധകമല്ല, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നവർ. നമ്മളൊക്കെ ശാസ്ത്രാർത്ഥികളാണ്, നമ്മൾ എന്നും ശാസ്ത്രം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം അവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ബ്രാഹ്മണ കുലവോ ബ്രാഹ്മണ ജാതിയോ അല്ല ഇവിടെ പറയുന്നത്. ആരാണ്? വേദപണ്ഡിതർ അല്ലെങ്കിൽ ശാസ്ത്രാർത്ഥികൾ. അവരെന്ത് ചെയ്തു? അഭിസമേധ ബഭൂബുഹു. അവർ വന്നു അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇവർക്ക് എന്ത് വേണം? ഇനി വിദ്വത്സഭ നടക്കാൻ പോവുകയാണ്. അപ്പം ഇവരോട് ദക്ഷിണയൊക്കെ മേടിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ആ ഭാവന ഉണ്ടാകുക. നമ്മൾ ഈ മഹാത്മാക്കളുടെ സമാധി സ്വാമിമാരൊക്കെ സമാധി കഴിഞ്ഞ് 16 ദിവസം ഷോഡശിക്രിയയ്ക്ക് പോകും. എൻ്റെ ഭഗവാനെ, എവിടെ നിന്നൊക്കെയാ ആളുകൾ വരുന്നത്? വെറുതെ കാഷായ കുപ്പായിട്ട് ഷോഡശിയുടെ ദക്ഷിണ വാങ്ങാൻ വരും
അത് ഇതുപോലെ തന്നെയാണ്. അനേകം കിട്ടും. നമുക്കൊരു തോൾസഞ്ചി കിട്ടും, അതിൻ്റെ അകത്ത് വസ്ത്രം ഉണ്ടാകും, ചെരുപ്പുണ്ടാകും, കുടയുണ്ടാകും, കുപ്പായം ഉണ്ടാകും, പിന്നെ ദക്ഷിണ ഉണ്ടാകും. അങ്ങനെ ഇഷ്ടം പടി കിട്ടും ഷോഡശി ക്രിയയ്ക്ക് പോയാൽ. അപ്പോൾ അതുപോലെ ഈ എന്താണ് പണ്ഡിതന്മാർ ഈ ദക്ഷിണയൊക്കെ വാങ്ങിച്ച് അവരുടെ ഭാണ്ഡത്തിലാക്കി അവരെല്ലാം ഇരിക്കുകയാണ്. അപ്പം ജനക മഹാരാജാവ് വിളംബരം ചെയ്ത് ഈ ബ്രാഹ്മണന്മാരാരും പോകരുത്, നമുക്ക് എന്താണ് വിദ്വത്സഭ നടത്താൻ പോവുകയാണ്, ശാസ്ത്രാർത്ഥ വിചാരം നടക്കുന്ന സഭയെയാണ് വിദ്വത്സഭ എന്ന് പറയുന്നത്. ഏത് ശാസ്ത്രവും ആകാം കേട്ടോ, ബ്രഹ്മവിദ്യ ശാസ്ത്രം മാത്രമല്ല, ഏത് ശാസ്ത്രം, ജ്യോതിശാസ്ത്രത്തിൻ്റെ വിദ്വത്സഭയുണ്ട്, വ്യാകരണ ശാസ്ത്രത്തിൻ്റെ വിദ്വത്സഭയുണ്ട്, അങ്ങനെ ഏത് ശാസ്ത്രത്തിൻ്റെയും, ആയുർവേദ ശാസ്ത്രത്തിൻ്റെ വിദ്വത്സഭ അങ്ങനെ. അപ്പം ജനക മഹാരാജാവ് വിളംബരം ചെയ്ത് നിങ്ങളാരും പോകരുത്, എന്ത് ചെയ്ത് ശാസ്ത്രാർത്ഥ സഭ നടത്താം. ഇപ്പോൾ പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. കാരണം എന്താണ്, ഒന്ന് ബ്രാഹ്മണന്മാരിരിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ പോയാൽ ഞാൻ ബ്രാഹ്മണനല്ലാണ്ടാകും അല്ലേ, അതൊരു കാരണം. പിന്നെ ഈ അമിതമായ ദക്ഷിണയൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ പണ്ഡിതന്മാരെല്ലാം അവരവിടെ എല്ലാം ഇരിക്കുകയാണ്. തസ്യഃ ജനകസ്യ വൈദേഹസ്യ വിജിജ്ഞാസ ബഭൂവ. അടുത്ത പദം. അപ്പോൾ എന്ത് ചെയ്തു? തസ്യഃ ജനകസ്യ വൈദേഹസ്യ, അതായത് വിദേഹ രാജാവായ വൈദേഹനായ ജനക മഹാരാജാവിന് എന്തുണ്ടായി? വിജിജ്ഞാസ. ജിജ്ഞാസ എന്ന് വെച്ചാൽ ജ്ഞാതുമിച്ഛ, അറിയുവാനുള്ള ആഗ്രഹം. വിജിജ്ഞാസ എന്ന് വെച്ചാൽ എന്താണ്? വിശേഷേണ ജ്ഞാതുമിച്ഛ അല്ലേ, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. തദ്വിജിജ്ഞാസസ്യ തദ്ബ്രഹ്മേതി സതപോതപ്യത സതപസ്തപ്ത്വാ. അത് വിജിജ്ഞാസ എന്ന് വെച്ചാൽ വിഗതഃ വിശേഷേണ ജ്ഞാതുമിച്ഛ, വിശേഷേണ ജ്ഞാതുമിച്ഛ, അറിയുവാനുള്ള അമിതമായ ആഗ്രഹമുണ്ടായി. ആർക്ക്? ഈ ജനക മഹാരാജാവിന് അല്ലെങ്കിൽ വൈദേഹന്. അല്ല, അദ്ദേഹത്തിൻ്റെ രണ്ട് പേര് ഇവിടെ പറയുന്നതേ ഉള്ളൂ. ജനക മഹാരാജാവിന് എന്തുണ്ടായി? മനസ്സിലൊരു ആഗ്രഹമുണ്ടായി. എന്താണ് ആ ആഗ്രഹം? കഹ സ്വിദേശാം ബ്രാഹ്മണാനാം അനൂജാനതമം ഇതി. അതായത് പല പല ദേശത്തു നിന്നും ബ്രാഹ്മണന്മാർ വന്നിട്ടുണ്ടല്ലോ, അതായത് വേദപണ്ഡിതന്മാർ, ശാസ്ത്രാർത്ഥികൾ വന്നിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന, അപ്പം ഈ വിദ്വത്സഭ മനസ്സിലോർക്കുക. ആ വിദ്വത്സഭയിൽ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് വേദപണ്ഡിതന്മാരിയ്ക്കുന്നു. അതിന് എന്താ പറയുക, മുഖ്യ കാര്യകർത്താവായിട്ട് വിദേഹ രാജാവ് ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പണ്ഡിതന്മാർക്ക് എന്താണ്? അവർക്ക് ബ്രാഹ്മണന്മാർക്ക്, അവിടെയും ബഹുവചനമാണ്, ഇവിടെ കൂടിയിരിക്കുന്ന ഈ ബ്രാഹ്മണരിൽ അനൂജാനതമ ഇതി, അനൂജാനതമ ഇതി എന്ന് വെച്ചാൽ എഴുതിക്കോളൂ വേണ്ടവർ. അനുജാനം എന്ന് വെച്ചാൽ വേദപൂർവം എന്ന് വെച്ചാൽ കർമ്മകാണ്ഡം. അതൊക്കെ അറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ. വേദപൂർവ ഭാഗം, കർമ്മകാണ്ഡങ്ങൾ, യാഗം പൂജാദികളൊക്കെ. വേദപൂർവ വേദാന്തം എന്ന് വെച്ചാൽ ജ്ഞാനകാണ്ഡം, വേദാന്തങ്ങൾ. വേദപൂർവ അല്ലെങ്കിൽ കർമ്മകാണ്ഡം, വേദാന്തം അല്ലെങ്കിൽ ജ്ഞാനകാണ്ഡം. അതിന് കോമ, വേദപൂർവം കഴിഞ്ഞ് കോമ, വേദാന്തം കഴിഞ്ഞ് കോമ, അടുത്തത് വേദാംഗം. അംഗങ്ങൾ, വേദത്തിൻ്റെ അംഗഭാഗങ്ങൾ. നമ്മൾ മുണ്ടകോപനിഷത്തിൽ പഠിച്ചതാണത് അല്ലേ. 6 അംഗങ്ങൾ വേദത്തിനുണ്ട്. ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. 6 അംഗങ്ങളോട് കൂടിയ വേദാംഗങ്ങൾ. ഇതിൽ നിപുണൻ, അതാണ് അനൂജാനതമൻ എന്ന് വെച്ചാൽ നിപുണൻ, ബെസ്റ്റ്
അനൂചാന തമ, തമ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതിൽ ആരാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, അതായത് ഫസ്റ്റ് റാങ്ക് ആർക്കാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അനൂചാനതമം എന്ന് വെച്ചാൽ നിപുണനായിരിക്കുന്നത് ആര്, ഏറ്റവും അറിയാവുന്നവൻ. ഏതൊക്കെ അറിയണം? ഒന്ന് കർമ്മകാണ്ഡം അറിയണം, മറ്റൊന്ന് ജ്ഞാനകാണ്ഡം അറിയണം, പിന്നെ അതിൻ്റെ ഉപവേദങ്ങൾ, വേദാംഗങ്ങൾ, ഇതെല്ലാം അറിയുന്നവൻ. അതിൽ ആരാണ് നിപുണനായിരിക്കുന്നവൻ, അതാണ് അനൂചാനതമ ഇതി. അവർ ആരെന്ന് കണ്ടുപിടിക്കലാണ് ഈ വിദ്വത്സഭ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആര് പറയുന്നു? ജനക മഹാരാജാവ് ആ സഭയിൽ കൂടിയിരിക്കുന്ന പണ്ഡിതന്മാരോടായിക്കൊണ്ട് പറയുന്നു. എന്നിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. അടുത്ത ഭാഗം സഹ ഗവാം. സഹ എന്ന് വെച്ചാൽ അവൻ. ആര്? സഹ ജനക, ജനക മഹാരാജാവ് എന്ത് ചെയ്തു? ഗവാം, അവിടെയും ബഹുവചനമാണ് അല്ലേ? ഗവാ, ഗവാഹ, ഗവാം. ഏകവചനം, ദ്വിവചനം, ബഹുവചനാണ്. ഗവാം എന്ന് വെച്ചാൽ പശുക്കളെ അല്ലേ? ഗവാം. ഞാൻ, ജനക മഹാരാജാവ് പറയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? പശുക്കളെ എങ്ങനെയുള്ള പശുക്കളെ? സഹസ്രം അവരുതൽ. സഹസ്രം എത്രയാണ്? 1000 അല്ലേ? 1000 പശുക്കളെ എന്ത് ചെയ്യുന്നു? അവരുരോധ, കൊണ്ടുവരുന്നു. എന്ത് ചെയ്യും ഇവിടെ എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കരുത് 1000 പശുക്കളെ കൊണ്ടുവന്ന് വിദ്വത്സഭ മുഴുവൻ പശുക്കളായെന്ന് വിചാരിക്കരുത്. അദ്ദേഹത്തിൻ്റെ ഗോശാലയിലുണ്ട് 1000 അല്ല, ലക്ഷക്കണക്കിന് വേണമെങ്കിൽ. അപ്പം അതിൽ ഞാൻ ആരാണോ ഈ വിദ്വത്സഭയിൽ ഏറ്റവും പണ്ഡിതനായിരിക്കും, ആരാണോ ഈ വിദ്വത്സഭയിൽ നിപുണനാകുന്നത്, ആ നിപുണനായ ആൾക്ക് എന്ത് ചെയ്യും? ഞാൻ 1000 പശുക്കളെ നൽകും. എന്നിട്ട് പറയാം, ഈ പശുക്കളുടെ പ്രത്യേകതയാണ് അടുത്തത് പറയുന്നത്. ഏകസ്യാം എന്ന് വെച്ചാൽ എന്താണ്? ഓരോ പശുക്കളിലും, ഏകസ്യാം ഓരോ പശുക്കളിലും ശൃംഗയോഹോ അബദ്ധാഹ, അവരുടെ ഓരോ കൊമ്പിലും. അപ്പം ഈ 1000 പശുക്കളിൽ ഓരോ പശുക്കളുടെ കൊമ്പിലും എന്താണ്? ഞാൻ അബദ്ധാഹ ബഭൂവുഹു, ഞാൻ എന്ത് ചെയ്യുന്നു? സ്വർണ്ണ നാണയങ്ങൾ കെട്ടി അവിടെ വെക്കുന്നു. പിന്നെ എന്താണ്? ദശ പാദാഹ ഏകസ്യാഹ ശൃംഗയോ അബദ്ധാഹ ബഭൂവുഹു എന്ന് വെച്ചാൽ ഇവരുടെ ഈ കാൽപാദത്തിൽ എന്ത് ചെയ്യുന്നു? സ്വർണങ്ങൾ അവർ കെട്ടിവെക്കുകയാണ്. അതായത് സ്വർണം പതിച്ച കുളമ്പുകളോട് കൂടിയത്, സ്വർണം പതിച്ച കൊമ്പുകളോട് കൂടിയ പശുക്കളെ. അതായത് വെറും നമ്മൾ കഠോപനിഷത്ത് ഓർമ്മ വരണം ഇവിടെ അല്ലേ? പീതോദഗ ജക്തൃണാഹ ദുക്തദോഹ നിരിന്ദ്രിയാഹ, അങ്ങനെയുള്ള പശുക്കളെ അല്ല. നചികേതസിൻ്റെ അച്ഛൻ എന്താ കൊടുത്തത് അല്ലേ? കറവ പറ്റിയ അല്ലേ, മരിക്കാറായി കിടക്കുന്ന പശുക്കളെ കൊടുത്തു. അങ്ങനെയല്ല. ജനക മഹാരാജാവ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ പശുക്കളെ കൊണ്ടുവന്നവർക്ക് അതിൻ്റെ പ്രയോജനമുണ്ടാകണം, പിന്നെ അവർ സമ്പന്നരാകണം. അപ്പം അതുകൊണ്ട് അത്രയും ദാനധർമ്മത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വിദ്വത്സഭ നടത്താൻ പോകുന്നത് എന്ന് നമുക്ക് ഈ വാക്കുകളിലൂടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1000 പശുക്കൾ, അതിൻ്റെ കുളമ്പിൽ സ്വർണം, അതിൻ്റെ കൊമ്പിൽ സ്വർണം. ഇപ്പം നമുക്കറിയാം സ്വർണത്തിൻ്റെ വില. അപ്പം എങ്ങനെയായിരിക്കും 1000 പശുക്കളുണ്ടെങ്കിൽ അയാൾ പിന്നെ ശതകോടീശ്വരനായി മാറുക. അത്രയും അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സിനെ കാണിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ശാസ്ത്രത്തിനോടുള്ള പ്രതിബദ്ധത, ശാസ്ത്രത്തിനോടുള്ള ആഭിമുഖ്യം, ശാസ്ത്രത്തിനോടുള്ള ബഹുമാനം വെറുതെ അല്ല കൊടുക്കുന്നത്. ആരാണോ നിപുണനാകുന്നത്, വേദാംഗ ശാസ്ത്രത്തിൽ ആരാണോ ഏറ്റവും കഴിവുള്ളവർ, ആ കഴിവുള്ള ആളെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആദരിക്കും? ശാസ്ത്രത്തിനോടുള്ള ബഹുമാനം കൊണ്ട് ആദരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കഴിവിനെ അല്ല. കാരണം ഒരാൾ നിപുണനാകണമെങ്കിൽ ജനിക്കുമ്പോൾ മുതലേ ഇതിനു വേണ്ടി പരിശീലിച്ചാലേ പറ്റുകയുള്ളൂ അല്ലേ?
ഒറ്റൊരു ദിവസം കൊണ്ട് ഒരാൾക്ക് നിപുണനാകാൻ പറ്റൂല. അപ്പം അദ്ദേഹത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള കഠിനാധ്വാനത്തെ ഇവിടെ ജനക മഹാരാജാവ് ആദരിക്കുകയാണ്. അപ്പം ശാസ്ത്രത്തിനോടുള്ള ആദരണാർത്ഥമാണ് ഇവിടെ നിപുണനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതാണ് ആ ശാസ്ത്രത്തിനെ ആദരിക്കുകയാണ് ഇത്രയും ദാനം കൊടുത്തുകൊണ്ടും ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ കിട്ടുമെന്നറിഞ്ഞാൽ എല്ലാവരും ശാസ്ത്രം പഠിക്കുമല്ലോ. അപ്പം ഇതൊക്കെ ലോകം മുഴുവൻ അറിയും അല്ലേ. ഇത് നമ്മൾ അജാതശത്രു ബ്രാഹ്മണവുമായിട്ടും കൂടെ കണക്ട് ചെയ്യണം. ശ്രദ്ധിക്കണേ. അജാതശത്രു ബ്രാഹ്മണത്തിൽ ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം 1-ാം ബ്രാഹ്മണ അജാതശത്രു ബ്രാഹ്മണത്തിൽ അജാതശത്രു പറയുന്നുണ്ട് ഗാർഗ്യൻ്റെ അടുത്ത്, അല്ലയോ ഗാർഗ്യ, എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? 1-ാമത്തെ മന്ത്രം അല്ലേ, ജനക മഹാരാജാവിൻ്റെ അടുത്ത് പൊക്കൂടെ? ഞാൻ കാശി രാജാവായ എൻ്റെ അടുത്ത് അത്ര പൈസയൊന്നുമില്ല, ഞാൻ അത്ര ദാനം കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ജനക മഹാരാജാവിൻ്റെ അടുത്ത് പോയ അങ്ങേക്ക് 1000 പശുവിനെ കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അതുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അജാതശത്രു കാശി രാജാവാണ്, അദ്ദേഹത്തിന് വരെ അറിയാം ജനക മഹാരാജാവിൻ്റെ ദാനത്തിനെ കുറിച്ച്. അപ്പം അദ്ദേഹം എന്തിനു വേണ്ടി ദാനം ചെയ്യുന്നു? അങ്ങനെ എന്താണ്, അനേകം ശാസ്ത്രാർത്ഥികൾ ഉണ്ടാകട്ടെ അല്ലേ. നമ്മൾ ഡോക്ടറാകുന്നു അല്ലേ, നല്ല കോളേജിലെ വിടുകയുള്ളൂ. അപ്പോൾ എന്താണ് അല്ലെ, എന്ത് പഠിപ്പിനും ഇപ്പം എന്താണ്, എൻ്റെ കുട്ടി നിപുണനാകും, അതിലൂടെ അവർ ലൈഫ് സെറ്റിലാകും. അങ്ങനെയല്ലേ നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുക അല്ലേ. അപ്പം അതുപോലെ തന്നെ അതറിയുമ്പോൾ നല്ലതിലേക്ക് ആകർഷണമുണ്ടാകും ആളുകൾക്ക്. അപ്പം അതിനു വേണ്ടിയാണ് ഇവിടെ ജനക മഹാരാജാവ് ഇങ്ങനെ ഒരു വിളംബരം ചെയ്യുന്നത് ഈ സഭയിൽ. നമുക്ക് അടുത്ത മന്ത്രം ഞാനൊന്ന് പറയാം, കാരണം ഇത് ചൊല്ലാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വ്യാഖ്യാനം നമുക്ക് നാളെ കാണാം. ജസ്റ്റ് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ദ്വിതീയ മന്ത്രം അല്ലേ. അപ്പോൾ 1-ാമത്തെ മന്ത്രം നമ്മൾ കണ്ടു, പ്രഥമ മന്ത്രം കണ്ടു. ദ്വിതീയ മന്ത്രം താൻഹ ഉവാച ബ്രാഹ്മണാഹ ഭഗവന്തഃ. ബ്രാഹ്മണാഹ വിസർഗമുണ്ട് അവിടെ. താൻഹ ഉവാച ബ്രാഹ്മണാഹ ഭഗവന്തഃ യോ വോ ബ്രഹ്മിഷ്ടഃ സ ഏതാ ഗാഹ. വിസർഗമുണ്ട് അവിടെ. സ ഏതാ ഗാഹ, പശുക്കളെ, ഗാഹ. ഉദജതാം ഇതി തേഹ ബ്രാഹ്മണാഹ ന ദദൃശുഃ. അധഃ യാജ്ഞവൽക്യഃ സ്വമേവ ബ്രഹ്മചാരിണാം ഉവാച ഏതാഃ സൗമ്യ ഉദജ സാമസ്രവാഃ. അങ്ങനെയാണ് കേട്ടോ. അവിടെ നീട്ടമുണ്ട്. നമ്മൾ തൈത്തരീയ ഉപനിഷത്തിലൊക്കെ പഠിച്ചില്ലേ, ആ ഊഹ ഊഹാ ഹു, അവിടെ പഠിച്ചില്ലേ അവസാനം ഭൃഗുവല്ലിയിൽ. അതുപോലെ ഞാൻ അവിടെ വരെ ഒന്ന് ചൊല്ലാം, ജസ്റ്റ് സുപരിചിതമാകാൻ വേണ്ടി മാത്രം പറയുന്നു. നാളെ നമുക്ക് വിസ്തരിച്ച് പഠിക്കാം. ഇങ്ങനെയാണ്. താൻഹ ഉവാച ബ്രാഹ്മണാഃ ഭഗവന്തഃ യോ വോ ബ്രഹ്മിഷ്ടഃ സ ഏതാ ഗാഃ ഉദജതാമിതി തേഹ ബ്രാഹ്മണാഃ ന ദദൃശുഃ. അധഃ യാജ്ഞവൽക്യഃ സ്വമേവ ബ്രഹ്മചാരിണമുവാച ഏതാഃ സൗമ്യ ഉദജ സാമസ്രവാ ഇതി. അങ്ങനെ വേണം ചൊല്ലാനേ. നിങ്ങളവിടെ പ്ലുതം പഠിച്ചവർ എഴുതുക, സാമസ്രവാ ദീർഘ ഇടുക അവിടെ. ഒന്നുകൂടെ ചൊല്ലാം. താൻഹ ഉവാച ബ്രാഹ്മണാഃ ഭഗവന്തഃ യോ വോ ബ്രഹ്മിഷ്ടഃ സ ഏതാ ഗാഃ ഉദജതാമിതി തേഹ ബ്രാഹ്മണാഃ ന ദദൃശുഃ. അധഃ യാജ്ഞവൽക്യഃ സ്വമേവ ബ്രഹ്മചാരിണമുവാച ഏതാഃ സൗമ്യ ഉദജ സാമസ്രവാ ഇതി.
സാമസ്രവസേന്ന് യാജ്ഞവൽക്യ മഹർഷി തൻ്റെ വിദ്യാർത്ഥിയെ വിളിക്കുകയാണ്. അപ്പം ആ വിളിക്ക് പോലും ഒരു ആന്തരാർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ആ വിളി അത്രയും പ്രാധാന്യം. ഇപ്പം അവിടെ ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. സാമസ്രവ സാമസ്രവ ഇതി. ചൊല്ലി ചൊല്ലി പ്രാക്ടീസ് ആയിക്കോളൂ. എളുപ്പമാണ്. കഥ തന്നെ ആയതുകൊണ്ട് മന്ത്രം കണ്ട ആരും ഭയപ്പെടേണ്ട, എളുപ്പമാണ്. അടുത്തതും കൂടെ ഒന്നുകൂടെ പറയാം. താഹ ഉദചകാര തേഹ ബ്രാഹ്മണാഹ ചുക്രുദുഹു. അവിടെയും ദീർഘമുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് ചൊല്ലാം. താഹ ഉദചകാര തേഹ ബ്രാഹ്മണാഹ ചുക്രുദു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എളുപ്പമാണ് കേട്ടോ. അവിടെയും ദീർഘമുണ്ട്. താഹ ഉദചകാര തേഹ ബ്രാഹ്മണഃ ചുക്രുദു. അല്ലേ? ചുക്രുദൂഹു. ചൊല്ലി ചൊല്ലി എളുപ്പമായിക്കോളൂ. അവിടെ മാത്രം ഒന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ ചൊല്ലുമ്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം. നാളെ നമുക്ക് പാരായണ വിധിയൊക്കെ പഠിക്കാം. കഥം നോ ബ്രഹ്മിഷ്ടഃ ബ്രുവീതേ ഹാ ബ്രുവീതേ. കഥം നോ ബ്രഹ്മിഷ്ടഃ ബ്രുവീതേ അധഃ. ബ്രുവീതേ അധഃ ജനകസ്യ വൈദേഹസ്യ ഹോദാ അശ്വലോ ഹോ. അശ്വലോഹോ. ജനകസ്യ വൈദേഹസ്യ ഹോദാ അശ്വലോഹോ ബഭൂവ. സഹ ഏനം പപ്രച്ഛ ത്വം नु ഖലു നോ യാജ്ഞവൽക്യഃ ബ്രഹ്മിഷ്ടഃ അസീ. അവിടെയും ദീർഘമുണ്ട്. അസീ ഇതി. നോ യാജ്ഞവൽക്യ ബ്രഹ്മിഷ്ടഃ അസീ ഇതി. അവിടെയും ഒന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക പുസ്തകത്തിൽ. 3 സ്ഥലത്ത്. ഒന്ന് സാമസ്രവാ അവിടെ. 2 ചുക്രുദൂഹു. 3 അസീ ഇതി. തൈത്തിരീയ ഉപനിഷത്ത് പഠിച്ചവർക്ക് ഇത് പരിചയമാണ്. അല്ലാത്തവർ ക്ഷമയോടുകൂടി ഇത് പരിചയമാകാൻ നമുക്ക് ശ്രമിക്കാം. വ്യാഖ്യാനവും പാരായണ വിധിയും നമുക്ക് നാളെ പഠിക്കാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംപ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.